അടിയാ അടിയാ അടിയായ രംജി ഇത്രയായിട്ട് ഇനി വീണ്ടും പള്ളിയാടെ എന്തിനാടേ ഇത് ഇപ്പൊ കഴിഞ്ഞല്ലേ പറഞ്ഞോ ഒരാഴ്ച മുമ്പ് ഇല്ല ഞാൻ വിളിക്കാൻ പറയാം അണ്ണാ ഞാൻ എന്നാ വിളിക്കാം അണ്ണ അവിടെ എൻജോയ് ചെയ്തോളൂ. അല്ല അവരെ വിളിച്ചിട്ട് എന്തിനാ ചോദിക്കണമല്ലോ ചോദിക്കണ്ടേ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവന്മാരാണെന്ന് അമ്പി കളിക്കും എന്തെങ്കിലും ഒരു ഇതൂടെ ആവട്ടെ. അവന്മാര് ഇപ്പൊ വിളിച്ചാലും കൺവേർട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുണ്ടായിട്ടുണ്ട് കേട്ടാ. എവിടാ എവിടാ രഞ്ജിത്രയല്ലേ പാവടാ കഷ്ടപ്പെട്ട് കേറി വന്നതായിരുന്നു. ആളെ സെറ്റാക്കിയാണ് വന്നത്. നമ്മളിവിടെ ഇവിടെ പേട്ട സിറ്റിസൺ അമ്മാരെ വണ്ടി എടുക്കട്ടെ ഞങ്ങള് ചന്ദ്രന്റെ സ്ഥലത്ത് അവസാനം എടുത്ത് നോക്കിയത് കാണാൻ പറ്റും അതിന്റെ അകത്ത്. ആരെ ഇടിച്ചു കൊന്നു. അങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ ഞാൻ പറയുന്നത് ബാക്ക് അവിടെ ഫൈറ്റ് എടുക്കല്ലേ. എന്റെ ഡ്രസ് ഇല്ല ഞാൻ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടില്ല. നിങ്ങൾ തിരിച്ചു ഗ്യാങ്സ് കയറും എന്നിട്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം. ചെയ്യാൻ പറ്റൂല. അണ്ണൻ ഡ്രസ് ഇട്ട് വരും. ഗ്യാങ് ഹൗസ് ഹോൾഡ് ഇട്ടന്നാ അവന്മാരെ വണ്ടിന്ന് ഇറങ്ങി അടിച്ചേ കേട്ടാ. അവന്മാര് വണ്ടിന്ന് ഇറങ്ങി അടിച്ചു. ഞാൻ അറിയാണ്ട് ഒരുത്തരം വണ്ടി വരട്ടെ. ഗ്യാങ് ഡ്രസ് ഇട്ട് വരട്ടാ. നമുക്കത് വെയിറ്റ് ചെയ്യാം. ഞാൻ തള്ളി കുളിക്കോളിയാ പറഞ്ഞു വിട്ടിയതാ. അളിയാളി നമ്മൾ ഡ്രസ്സുണ്ട് അളിയ ഡ്രസ്സുണ്ട്. അതാ ഡ്രസ് ഇടണോ? പക്ഷെ ഇവന്മാര് നിന്റെ ഡ്രസ്സോ നീ ഉള്ള ഡ്രസ് ഇട്ടിക്കല്ലേ. എടാ എന്റെ ഗണ്ണ് അവിടെ ഇരിക്കുന്നതാ. എടാ എന്റെ ഗണ്ണ് മറ്റേ രഞ്ജി ഇരിക്കുവാ. ഞാൻ ഗണ്ണോട് എടുത്തിട്ടില്ല. നിങ്ങളൊന്ന് മാറിയാണ് വെയിറ്റ് നിങ്ങളൊന്ന് മാറി ഇവിടെ വഴി മാറി തരൂ. അകത്ത് ഒന്ന് മാറരുത്. ആരേൽപ്പിക്കുന്നു ഇവിടെ? ഇതാരേൽപ്പിക്കുന്നു എന്റെ ഫ്രണ്ടില്? വണ്ടി എടുത്ത് മാറ്റാ നടക്കൂടാണോടാ? മൈൽസ് ഗ്യാങ് ഹൗസിന്റെ അകത്തുനിന്നാണോ അടിക്കണേ? പൊട്ടനാണോ? എടാ ഇത് സംഭവം എന്താ അറിയടാ, ഇവന്മാർക്ക് സിറ്റുവേഷൻ പിടിക്കാൻ മുട്ടി. ഇതാരെ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ. അതാണ് ഞാൻ പറഞ്ഞടാ എനിക്ക് ഡ്രസ് മാറണോടാ. അടിച്ച സീനില്ല. ഈ നാശം പിടിച്ച പെട്രോൾ പറ്റുമല്ല അടിക്കാൻ പറ്റൂ. എടാ നീ വെടി വെക്കല്ലേ. നീ വെടിക്കരുത്. മണ്ടാ ഫുള്ള് മലയല്ല അപ്പുറത്തെ. നമ്മുടെ അമർക്കൊന്നും വെടിയിക്കാൻ പറ്റില്ല. പ്രശ്നം കേട്ടാ. ഒറ്റ ഞാൻ ഒന്ന് ഇറങ്ങി കയറട്ടെ. എനിക്ക് 2 വീടിമേ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് മാറില്ലാരും. എടാ എനിക്കൊന്ന് ഇത് വണ്ടി കുറച്ചേരം അത്യാവശ്യം നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഡ്രസ്. അത് പെട്രോൾ ഇല്ലടാ അതില്. വണ്ടി വിളിച്ചു. അകത്തുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ ഇറങ്ങണ്ട. നമ്മള് വെയിറ്റ് ചെയ്യും. കുറച്ചേരം ഓൾഡേ. ഇതെന്ത് ചെയ്യാ സാറൊക്കെ? വെയിറ്റ് അവരെ സംസാരിക്കാം. വണ്ടി വിളിച്ചിട്ടുണ്ടോ അത്? ഇല്ല ഞാൻ ഓഡിയോ അണ്ണ ഞങ്ങള് വരണ. അണ്ണ വേറെ ഡ്രസ് പോണ. അമ്മ അങ്ങോട്ട് വരും അണ്ണ. നോക്കാം അണ്ണൻ അങ്ങോട്ട് വരും. എടാ ഇത് ഗ്രൂപ്പ് ഇടുക. ഒന്ന് വണ്ടി കൂട്ട്. ഞാൻ പറഞ്ഞതാ. ഇപ്പൊ വരാം. ഇറങ്ങി കയറുവാണേ സരക്കണ്ണ. ഇപ്പൊ വരാവേ.
ഹലോ ഹലോ എന്തിനാണ് സിറ്റുവേഷൻ? രഞ്ജിത്രല്ലേ? എന്തിനാണ് ഒരു സിറ്റുവേഷൻ? എന്തിനാണ് സംഭവം? എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നിങ്ങളെ തൊട്ടപ്പുറത്തുള്ള ഡ്രസ് ഷോപ്പില്ലേ, അവിടുന്ന് ചുമ്മാ സംസാരിച്ചിരിക്കുന്ന ടൈമില് ബെല്ലാരിന്റെ ഗാംഗ്സ് ആണ് നമ്മളൊരു മെമ്പർ ചോദിച്ചു. ഓക്കെ, അപ്പോ ഇതിന്റെ പുള്ളി ഇത് പറഞ്ഞതിന് ശേഷം കത്തിപ്പോയി. പിന്നെ മുതുക്ക റിപ്പയർ ഷോപ്പിന്റെ ഉടനെ നമ്മളൊരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ വണ്ടി 2 വണ്ടി വന്നിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞ ആള് കത്തിപ്പോയി, ആർക്കാ അറിയണ്ടേ, അങ്ങനെ അറിയേണ്ടവർക്ക് അറിയിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ഫുള്ള് വട്ടത്തിൽ നിന്നിട്ട് റോങ് സംസാരം. ഞാൻ പറഞ്ഞു ബ്രോ പുള്ളി കത്തിപ്പോയി, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞ ആരും സംസാരിച്ച ആരാന്നറിയില്ല. പിന്നെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു നമ്മളത് കാണാൻ SMG വരേണ്ടത്. സോ സ്വാഭാവികമായിട്ടും നമ്മളും ഞാനോ ഇതേ ഡയലോഗ് കൊണ്ടുപിടിച്ചു, നിങ്ങൾ കണ്ടിട്ട് ബെല്ലാരി മാതിരി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവന്മാർ വന്ന് പിറ്റിങ്ങും കാര്യങ്ങളായി കൊണയായി സീനായി. അതാണ് സംഭവം. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കത്തിപ്പോയതാന്നുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ കോലിടാ. പേരെന്തിനാണ് ബ്രോ? സെബാസ്റ്റ്യൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സംസാരിക്കട്ടെ ബ്രോ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവരോട് സംസാരിക്കട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. എടാ ഹലോ, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോൾ ഗ്യാങ് ഹൗസിലോട്ട് വരാം. അവർ പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാങ് ഹൗസോ എല്ലാവരും ഗ്യാങ് ഹൗസോ? എടാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഡ്രസ് ഷോപ്പിൽ ഇന്നപ്പോഴത്തേക്ക് നമ്മളെ കൂട്ടത്തിൽ ആരോ അമ്മമാരെ കൂട്ടത്തിൽ ആരോ എന്തോ ഒരുത്തം പറഞ്ഞിട്ട് കത്തിപ്പോയി. പോയിട്ട് വരുന്നതിൻ്റെ ഇടയിൽ എന്തോ നിങ്ങളെന്തോ നമ്മളെ കൂട്ടത്തിലുള്ള ആരോ എന്തോ അമ്മമാരെ ഗ്യാങ് ഡ്രസ് കാണാൻ സാമ്രാജ്യത്തിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞെന്ന്. അല്ല, നമ്മളിങ്ങനെ ചോദിച്ചു നമ്മളെ ഗ്യാങ് ഡ്രസ് കണ്ടിട്ട് ബെല്ലാരിയിലെ ഗ്യാങ് ഡ്രസ് പോലെ തോന്നിയ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല അവരെ നിങ്ങളെ അമ്മമാരെ SMG പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കല്ലേ വേണ്ടേ? അവരെന്തിനാ വണ്ടിയിൽ ഇറങ്ങി അടിച്ചാവെന്ന് ചോദിക്കട്ടെ, അവന്മാരോട് ചോദിച്ചു. അല്ല ഞാൻ സംസാരിച്ചു, നമ്മളെ സൈഡിലൂടെ എന്തെങ്കിലും ചോദിച്ചിട്ട് വിളിക്കാന്നാണ് പറഞ്ഞത് അമ്മമാരുടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ചോദിച്ചപ്പോ പറയുവാണ് അവൻ കത്തിപ്പോയി, അവനവന് തോന്നി കാണും, അതുകൊണ്ടായിരിക്കും അവൻ പറഞ്ഞത്. അപ്പോഴാണ് പപ്പു ആരോ പറഞ്ഞത് ബ്രോന്റെ ഇത് കണ്ടിട്ട് SMG പോലെ ഉണ്ടല്ലോ. അപ്പൊ അവന്മാർക്ക് അത് പൊട്ടി. നമ്മളിപ്പോ ഇതിപ്പോ എന്തായാലും സിറ്റുവേഷൻ ആയിട്ട് എടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ പറ, അതുപോലെ എടുക്കാം. അല്ല അടിക്കാം. അപ്പൊ ആള് വേണ്ടേ നമുക്ക്? ആള് പറ്റുന്നു നമ്മള് ഇപ്പൊ അത് എല്ലാരും എടാ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന മൈൽസ് അല്ലേ? മൈൽസും പിന്നെ ആരും ഉള്ളവരുവാ, സിറ്റുവേഷൻ ഉള്ളവരോട് എനിക്ക് സംസാരിക്കാൻ. ഉള്ള ഒന്ന് രണ്ട് രൂപ എന്നാലേ കാര്യം സംസാരിക്കാൻ പറ്റും. എനിക്ക് കറക്റ്റ് വരാറില്ല, അതുകൊണ്ട്. ഹലോ ഹലോ, ബ്രോ പറഞ്ഞു. ഹലോ ബ്രോ, ഇത് സിറ്റുവേഷൻ നമ്മളെ സൈഡിൽ നിന്നുള്ള കാര്യം കൂടി പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്നു, അപ്പൊ ഇവര് കറക്റ്റ് പറയും. മൈൽസേ പറഞ്ഞോടാ. ജെട്ടി ബിൽഡിംഗ് വണ്ടി എടുക്കട്ടാ? ഷൗട്ട് ഇടുവാടാ മൈൽസേ. സൗണ്ട് കുറവാ. ആ പുള്ളിയാണ് എൻ്റെ അടുത്ത് വന്ന് ഫസ്റ്റ് സംസാരിച്ച് തുടങ്ങിയത്. ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഈ ബെല്ലാരി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല.
ബ്രോ ഏത് ഗ്യാങ്ങാന്ന് വെച്ചിട്ട് ടി വിയാന്ന് പറയുമ്പോ പിന്നെ എന്തിനാ ബെല്ലാരിയുടെ ഗ്യാങ് ഡ്രസ് ഇട്ടിരിക്കുന്നതെന്ന് വെക്കുന്നതെന്ന് അത്ര നല്ലൊരു പരിപാടിയാണ്. അവൻ ബെല്ലാരിന്റെ ഗ്യാങ് ഡ്രസ് ഇട്ടിരിക്കുന്നില്ലല്ലോ, ഒരേപോലെ ഉണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല ബ്രോ പറഞ്ഞത്. ബെല്ലാരിയുടെ ഗ്യാങ് ഡ്രസ് പിന്നെന്തിനാ ബെല്ലാരി? ഞാനാണ് പറഞ്ഞത്. ഞാൻ ബ്രോ ടി വി എന്ന് പറയണ കേട്ടില്ല. ഇത് ബെല്ലാരിയുടെ ഗ്യാങ് ഡ്രസ് ആണെന്നാണ് വിചാരിച്ചത്. പിന്നെ മറ്റേ ഞാൻ ഓരോ സംസാരിക്കുന്നത് നമ്മളും ചോദിച്ചുള്ളൂ ബ്രോ. SMG പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞു. അത്ര ചോദിച്ചപ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് പിന്നെ വെടി ഇറങ്ങി അങ്ങ് വെടിവെക്കുമായിരുന്നല്ലോ. നിങ്ങള് ഫിറ്റിംഗ് ആയിരുന്നു ബ്രോ. ഫിറ്റിംഗ് ഉണ്ടായിരുന്നു ബ്രോ. പിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വെടിവെക്കാം ബ്രോ. നമ്മൾ ഇതേ സെയിം കാര്യം തന്നെയല്ലേ ചോദിച്ചത്. നിങ്ങൾക്ക് പിറ്റേണ്ട ആവശ്യം എന്താണെന്നാ പിന്നെ? അല്ല, നിങ്ങളാണ് പിറ്റേണ്ടത് ആദ്യം. എന്റെ വണ്ടി ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഞാനൊരു കാര്യം പറയാം. നമ്മൾക്ക് നിങ്ങളായിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ എടുക്കാനുള്ള ഒരു മൈൻഡും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. ഇതിന് മുമ്പ് വരെ നിങ്ങൾ ഈ സിറ്റുവേഷൻ ട്രിഗർ ആവുന്നതിന് മുമ്പ് വരെ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കാനായിട്ടല്ല, നമ്മളെല്ലാരും വേറെ വേറെ ഓരോ പരിപാടിയായിട്ടാണ് വന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ വന്നത്. അതാ പറഞ്ഞ ബ്രോ, നമ്മള് ഇന്റൻഷനലി ഒരു സിറ്റുവേഷൻ എടുക്കാനല്ല വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് വള്ളി എടുക്കുന്നത് പോലെ ഫീൽ ആയിട്ടാണ് തിരിച്ച് അമ്മാരും ചോദിച്ചത്, SMGയുടെ കേസ് വെച്ച് ചോദിച്ചത്. അല്ലാതെ നിങ്ങളായിട്ട് ഇപ്പൊ ചൊറിയാനെടുക്കാനും അതിനായിട്ടല്ല വന്നത്. അപ്പം അവര് പറഞ്ഞ സംസാരിച്ച് ഇതായതിന്റെ ഇടയിൽ വെടിവെപ്പായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ അല്ലല്ല, ഞാൻ പറയട്ടെ, ഇതിന്റെ ഇടയിൽ ഇത് സംസാരിച്ചോണ്ടിരിക്കില്ല. അപ്പൊ എന്തോ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കേണ്ടവർക്ക് തീർത്തു കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതായിരുന്നു ആദ്യം ഞാനാ പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണമല്ലോ. സംശയം ഉണ്ടെങ്കിൽ തീർക്കണ്ടേ? അതാണ് പറഞ്ഞത്. അതില് ബ്രോ ബ്രോ ഫീൽ ആവാൻ മാത്രം എന്തുണ്ടായത്? ബ്രോയ്ക്കാണല്ലോ ഫീൽ ആയത്. ബ്രോയിലെ നല്ല രീതി പിറ്റ് ചെയ്തത്. ചെറിയൊരു തട്ടലല്ല ബ്രോ, ചെറിയൊരു തട്ടലല്ലായിരുന്നു. ചെറിയ തട്ടലും മുട്ടലാണ് നമ്മൾ ഇറങ്ങി ഫയർ ശരി, ഓക്കെ ഓക്കെ. പിറ്റ് ചെയ്തത് നമ്മളാണ് ബ്രോ. ഫീൽ ആയെങ്കിൽ ബ്രോ നിങ്ങൾ എന്തിനാണ് വെടിവെച്ചത്? ഫീലായിട്ടാണ് നിങ്ങൾ പിറ്റ് ചെയ്തത്. അല്ല, അടിച്ചപ്പോ ഫീലായിരുന്നു. നമുക്ക് അടിച്ചപ്പോ ഫീൽ ആയില്ല ബ്രോ. കാരണം നമ്മള് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അടിച്ചിട്ടുണ്ടോ ഫീൽ ആയില്ല. നമ്മളെ ഒരു 11 വരെ ഇലയിൽ നിന്നിട്ടാണ് അടിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് ഫീൽ ആയില്ലായിരുന്നു. പരപ്പിന്റെ മുകളിൽ കിടക്കുന്ന പപ്പടം ബ്രോ ഡയലോഗ് ബ്രോ ഒന്ന് പയ്യെ സംസാരിക്കോ, മൈക്ക് ബൂസ്റ്റ് ചെയ്യണം, പയ്യെ സംസാരിക്കോ. ഓക്കെ ഓക്കെ. ഇല്ല വണ്ടിയുടെ ഇതിലിപ്പോ കൊണ്ട് ശീലമായി. ഇതിപ്പോ എന്തിനു പറയാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഇത് കൊണ്ട് ശീലമായി, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മ രണ്ടുപേരും പിറ്റിങ് തുടങ്ങി. ഇവിടെ തന്നെ പിറ്റിങ് തുടങ്ങി. അല്ല, ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞുള്ളൂ. അങ്ങനെ അമ്മരടിക്കണം. തുടങ്ങി മീറ്റിംഗ് വിളിക്കുന്ന അങ്ങനത്തെ രീതിയിൽ നമ്മളാരൊക്കെ ഉണ്ട് വണ്ടിയിൽ? വേറെ ഇവിടെ എല്ലാം റിപ്പയർ ഷോപ്പ് ഇവിടെ എല്ലാം റിപ്പയർ ഷോപ്പാ. പെട്ടെന്ന് വണ്ടി കയറില്ലേ? പറയണ കേട്ടാ സ്റ്റാൻഡിലൊന്ന് വരാവോ? ഇവിടെ ഭയങ്കര സൗകര്യത്തിന് നമ്മളൊന്ന് കൊടുക്കാം. അല്ല, പയ്യന്മാർക്ക് വീണ്ടും കിടക്കാനാണെന്നാ. ഇത് ചുമ്മാ ചോറി. എന്താ പറയാ, മറ്റേ വലിയ തീട്ട ഡയലോഗ് അടിച്ചിട്ട്
അയ്യേ അടിയുണ്ട് എടാ ഇത്ര അടിയുണ്ട് പിടുത്തവന്മാരെ കൊന്നതൊക്കെ ചോദിക്കുന്നതിന് എന്തിനു പറയാനാണ് അല്ല അവന്മാർ എന്തിനൊരു ഊമ്പ ഇത് പറഞ്ഞിട്ട് സ്വന്തത്തിൽ കിടന്ന് ഓടുന്നുണ്ടല്ലോ അത് എന്തിനാണ് എനിക്ക് മനസ്സിലായാലും ഇല്ല അല്ലാതെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞ അതെ 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 ഒരു ചളി അടിച്ചു എന്നിട്ട് അവൻ തിരിഞ്ഞങ്ങ് പോയി അണ്ണാ. അല്ലെ കോമഡി എന്താ പറയാ അവന് പപ്പടത്തിന് മാത്രം മതി വേറെ ആരും വേണ്ട. പൊടിക്കുന്നൊക്കെ ഇവിടെ വന്നിട്ടാ സ്റ്റാച്ചുകൾ എടുത്ത് വന്നിട്ട് അത് ഇന്നലെ ഒരു വാരം ഇങ്ങനെ ജയിച്ചില്ലടാ അതിന്റെ ഇതാണ് അതിന്റെ ധൈര്യമാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ 5 വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. 5 വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. നമ്മുടെ അങ്ങോട്ട് പോയിട്ടുണ്ടോ? നമ്മുടെ ഗ്യാങ്സിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാ? ആ ഓ കണ്ടു 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 കണ്ടു. മുകളിലുള്ളവരാണ്. ഹെലിയിലാരാണ് ഹെലിയാരാണ് സുനിയാണ് 135 അടിക്കാം 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 ഇനിയൊന്നുമില്ല. വാ എല്ലാരും വന്നിട്ട് അടി നമ്മളെ വണ്ടി സെറ്റ്. ഞാനും ചന്ദ്രനും ഒരു വണ്ടിയിലാണ്. ഗുലാൻ എവിടെയാണ്? വണ്ടി കയറ്റോടാ നമ്മളവിടെ തന്നെ ഇരിക്കുക മറ്റേ ഇടിച്ചവിടെ. എടാ ഒന്ന് ആടാ എല്ലാരും സെറ്റ് ആവുക. എടാ എല്ലാരും ഒന്ന് റെഡി ആയിട്ടില്ല? എല്ലാരും ഒന്ന് ബാക്കി കണ്ണും കാര്യങ്ങളും ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടില്ലേ? പ്ലാൻ ബി മൂവിതോ പോണ വഴിയുണ്ട്. എല്ലാരും എടാ നേരെ വന്നിട്ട് റൈറ്റ് കയറേ. നേരെ ഒന്ന് റൈറ്റ് കയറാ ഒന്ന് ഡയറക്റ്റും അല്ലേ? എവിടെ എവിടെടാ എവിടെ? മലയിലാവുന്നുണ്ടോടാ? മലയിലാവുന്നുണ്ടാ? ബാക്കിലാ? അവിടെ അല്ല അവിടെ അല്ല മലയില് വീഡിയോ ഒന്നും അല്ലാതെ MG3 അത് മാർക്കില് അങ്ങോട്ട് പോണ്ട. അതന്നെ ഒരുപാട് പാലം കഴിഞ്ഞ് പോണ്ട. ടയർ അടിച്ചു വിട്ടിരുന്നു. മുകളിൽ വരുന്ന ബാക്കിൽ വന്നേ. എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. 2 വണ്ടി കൂടി കളറ് മനസ്സിലാവുന്നില്ല. എടാ എല്ലാരും ഈ പോയിന്റ് എല്ലാരും ഈ പിങ്ങോ 2 വണ്ടിമാരെ. 4 വണ്ടി കൂടെ മൾട്ടിപ്പിൾ മാർക്ക് നടത്താം. ഒരു വണ്ടി ആരാമാരെ ഒരു വണ്ടി മാത്രം ഇറങ്ങ്. നമ്മളെ കൂടുതൽ ഒരുത്തം തീർച്ച നമ്മളെ കൂട്ടത്തിലുള്ളവരെ വണ്ടി ഇടിച്ചിട്ട് തെറിപ്പിക്കുന്ന കേട്ടോ. ഈ ഭാഗത്ത് നമ്മളെ കൂട്ടത്തിലുള്ളതാ കേറാൻ സമ്മതിക്കുന്നില്ല. എല്ലാരും നോക്കണേ. എല്ലാരും ഇറങ്ങണേ അവിടെ. ഈ വീട്ടിൽ കുത്തിച്ചേ അമ്മ ഇറങ്ങി. നമ്മളാരെല്ലാം ഇറങ്ങിയ ഇത് എത്ര വണ്ടി? നമ്മളെ തന്നെയല്ലേ അത്. സോറി. ഇവിടെ അവന്മാര് ഇറങ്ങി തോന്നണേ. ഇറങ്ങിയാടോ അവന്മാര്? എടാ അമ്മ ഇറങ്ങിയെങ്കിൽ ഇറങ്ങല്ലേ അല്ലെങ്കിൽ ഇറങ്ങില്ല. ഓക്കെ എവിടെ ഇറങ്ങി ഇറക്ക കുത്തിച്ചോറ ബാക്കി. വീടിനകത്തുണ്ട് 3 പേര്. അമ്മമാര് വണ്ടി പറഞ്ഞു നടക്കണേ. അമ്മമാര് വേണമെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. വീടിന് ബേക്കിൽ കുത്തിച്ചേ. വീടിന് ബേക്കിലും കുത്തിച്ചേ അമ്മമാര്. ബാക്കില് നമ്മുടെ ബാക്കിൽ അടി അകത്ത് വണ്ടി പറഞ്ഞത്.
ഫ്രണ്ടിലടി എൻട്രൻസ് വീട് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. അച്ഛനെ വിട്ടു വിളിച്ച കുഴപ്പമില്ല. ചാടിപ്പോയാലാണ് മൂഞ്ചി വെടിവെക്കാൻ പറ്റാത്ത മയില്. മരി കുറേ ഡൗൺ ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അവിടെ ഉള്ളവനെ താഴെ എത്തുമെന്നുള്ളതാണോ വിചാരിച്ചു. മൈ ബാഡ്. അയ്യോ പക്ഷേ ഒരാളവിടെ എടുക്കായിരുന്നു. നോക്കട്ടെ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു. ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്തില്ലടാ. ഞാനത് ചാടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ എനിക്ക് ഹെഡ് കിട്ടിയായിരുന്നു. അത് എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ ലൈക്ക് അത് 3 ടാപ്പ് പോലെയല്ലേ ഞാൻ വീണത്. ലൈക്ക് എനിക്ക് ഹെഡ് മറ്റവൻ എന്നെ അടിച്ചിട്ടില്ല. മറ്റേ തിരിഞ്ഞ് നിന്ന് വേറെ ഇടോട്ടല്ലേ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവനെ അടിച്ചത്. ബാക്കിൽ നിന്ന് ആരും എന്നെ അടിച്ചിട്ടില്ലല്ലേ. അപ്പം പിന്നെ എനിക്ക് ആ മറ്റോ അടിച്ചത് 3 ടാപ്പായിരുന്നു തോന്നുന്നല്ലേ. കുഴപ്പമില്ല. കഴിഞ്ഞോ? ഇനി ഡെഡ് ആയിട്ട് സ്പോൺ ആവുന്നവരെ ആരെയും ഇക്കറുമോനെ എടുത്തിട്ടുണ്ട്. ഹോസ്റ്റേജായിട്ട് ഇക്കറുമോനെ എടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ സിറ്റുവേഷൻ കഴിഞ്ഞ സിറ്റിനെ ഓട്ടു എടുക്കാൻ പറ്റുമോ? എടുക്കാനില്ലേ എന്നെ കണ്ടു പറ്റുമോ? ടീം ഡാമേജ് ഉണ്ടായിരുന്നു. അയ്യോ സസ്സിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞ. അയ്യേ സസ്സിനെ പറ്റിയല്ല കേസ്. എനിക്ക് ഓൾറെഡി ഹെഡ് കൊണ്ടായിരുന്നു എന്ന് നോക്കിയതാ. ഞാൻ റിഫ്രഷ് ചെയ്യാത്തതിന്റെ പ്രോബ്ലം ആണോ? കൂട്ടത്തിൽ എടുത്തേ. എന്റെ അണ്ണനെ ഞാൻ എടുത്തോളാം. ആ ഓക്കെ കറക്റ്റായി. ഓ ഞാൻ ടീസാശ് ഇവിടെ വലിച്ച് കളിക്കുന്ന ഇത് മറ്റേ മീൻ കേട്ടിക്കുമ്പോ 100 ഇവരെന്ത് കാണിക്കുന്നത്? ഒരു ബോഡി മാത്രം ഇട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റുമോ? ഡൗൺ ആയി, സുനി ഡൗൺ ആയി. ഓക്കെ സുഖാണോ ജയിത്രി? പാവം പയ്യന്മാർക്ക് ചെവി പോലും ഇല്ല, എല്ലാം കടിച്ചു പറിച്ചില്ലേ. സരക്കണ്ണത്തെ ഇവിടെ നിൽക്കുന്ന EMS പൊക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിക്കും നമ്മള്. അതിന്റെ ഇടയിൽ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കും. ഫോട്ടോ എടുക്കുന്ന മരണത്തിനേക്കാൾ വലിയ വേദനയാണ് അവന്മാരെ ഞാൻ അറിയിച്ചിട്ടുള്ളത്. അടിച്ച് ഞാൻ തീർത്തിട്ടുണ്ട്. മാർക്കോ ബാലൻ അതല്ലേ. ഇനി അവനൊക്കെ കൊണയടിക്കാൻ വരുവാണെങ്കിൽ അവന്റെ വായായിരിക്കും ഞാൻ കടിക്കുന്നത്. അതിന് വേറെ പറയുമ്പോ അത് വേറെ കേട്ടാ. അത് വേറെ അമ്പത്തൂർ ഫോട്ടോ എടുത്തു കഴിഞ്ഞെങ്കിൽ ഫോട്ടോ തമ്മിലുള്ള ഫോട്ടോ ഞാനേ ഒരുത്തരെ കൊന്നിട്ട് നോക്കിയപ്പോ എല്ലാം ചത്ത് ചാടി വരെയിരുന്നു. ചാടി വരുന്നോടി ഒരുത്ത ഒറ്റ ആടി. എനിക്ക് അറിഞ്ഞുകൂടാ അത്. അത് ചത്ത നോക്കൂടെ. ചാടി വന്ന് തോക്കെടുത്ത് വെടിവെക്കാനുള്ള സമയം കിട്ടില്ല. ചാടി വരുന്നോടി ചത്തുപോയി. ഇതെന്തിരി ഹോസ്റ്റേജ് എന്തിരി വേണ്ടാ വേണോ? ബാക്കിയുള്ളവനൊന്നും ചെവിയില്ലല്ലോ. കേക്ക് പറഞ്ഞു കൊടുക്കാൻ ആള് വേണ്ടേ? അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ലീഗൽ ചെയ്തെടുക്കാലോ. ഇല്ലീഗൽ തന്നെയാണ് കൊണ്ടുപോയത്. അതെ എടാ ഇല്ലീഗൽ ചെയ്തെടുത്തല്ലോടാ ഈ ബോഡിയൊക്കെ അല്ലേ? ഹോസ്റ്റേജ് ടച്ചിയെ ഇല്ലീഗൽ ചെയ്തല്ലേ ഇത്? ഒരപ്പട ഈട ചെങ്ങണ്ടട ഈട ചെണ്ണമ്പട ഈട ചെങ്ങല്ലേ പോട്ടറാ
കൊണ്ടുപോകുന്നതായിരിക്കും. മരണത്തെക്കാൾ വലിയ ശിക്ഷ കൊടുക്കും അല്ലേ ബാലാ? കൊടുത്തു കഴിഞ്ഞില്ലടാ, ഇനി എന്തോ കൊടുക്കാൻ. കുടുംബത്തെ തൊട്ട് കഴിഞ്ഞാ പിന്നെ അവന്റെ അന്ത്യ ഇല്ലേ ചെമ്പത്തൂരെ? അന്ത്യാഭിലാഷം. അതെ, അന്തിക്കുറുമാന. അവരെ മണ്ണിൽ ബാല ഇപ്പൊ വേഷക്കെട്ടിയൊക്കെ ഇറങ്ങുന്നതാണ് കാണാത്തോണ്ടാ. ട്രിവാൻഡ്രത്ത് ആള് മറ്റേ പാർക്കോട് വേഷക്കെട്ടി. ബ്രോ ഏത് ട്രിവാൻഡ്രം?